Hello guys, what's up? Welcome to another video by Paisie. അപ്പോൾ ഈ വീഡിയോ we are doing something different. നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, തബു. സോ തബു വൺ പീസ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ വൺ പീസിൻ്റെ ക്യാരക്ടേഴ്സ് അറിയില്ല, ലൂഫിനെ അറിയില്ല, അതായത് വൺ പീസ് എന്താണെന്ന് അറിയില്ല. കുറച്ച് അനിമ കണ്ടിട്ടുണ്ട് അല്ലേ? അനിമ മൂവീസ് കാണാറുള്ളൂ, അനിമ സീരീസ് അങ്ങനെ അധികം കാണാറില്ല. സോ നമ്മൾ വിചാരിച്ചു ലെറ്റ്സ് മേക്ക് എ വീഡിയോ ഓൺ ഹൗ ഷീ ഈസ് റിയാക്ടിങ് ടു വൺ പീസ് ലോവ്സ്. വൺ പീസിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ചിരികൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ റിയാക്ഷനും കാരണവും കിട്ടാറുണ്ട്. ലെറ്റ്സ് സീ ഹൗ നോട്ട് a One Piece watcher or not an anime One Piece fan can react to this stuff. Gotten strong. Okay, so നമുക്ക് വീഡിയോ തുടങ്ങാം. ബിഗ് മോമിൻ്റെ കോമഡി എന്താ വെച്ചാൽ ബിഗ് മോമിൻ്റെ ആർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ നിന്ന് കാണുമ്പോൾ ബിഗ് മോമിൻ്റെ ആർക്ക് വന്നിട്ട് ഇങ്ങനെ തലട്ട് നോക്കി. അപ്പോൾ ബിഗ് മോം ഉണ്ടല്ലോ, സേമല പറഞ്ഞിട്ട് പോകുന്നത്. അത് കണ്ടിട്ട് ബിഗ് മോം പാവാണ്, അതിൻ്റെ ഓരോ കുട്ടിത്തം കൊണ്ടല്ലേ ആളുകളുടെ സോളൊക്കെ എടുത്തിട്ട് കേക്കാക്കുന്നത്, അതിൻ്റെ ഓരോ കുട്ടിക്കളിയല്ലേ, പാവാണെന്ന് പറഞ്ഞിട്ട് ബിഗ് മോമിൻ്റെ കട്ട ഫാനാണ്. ആദ്യമായിട്ടാണ് ബിഗ് മോമിൻ്റെ ഫാനായിട്ടുള്ള ഒരാളെ കാണുന്നത് ഞാൻ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാരാന്നറിയില്ലേ? ആരാ? മങ്കി ഡി ലൂഫി എങ്ങനെ പറയണം? വീഡിയോ കൊടുക്കാം. അയാള് മനുഷ്യനെ കളിയാക്കി ചിരിക്കുന്നു. That's a great crocodile. ഇത് അതാരാള്?
Doflamingo. അത് Doflamingoന്റെ കൂടെയുള്ള ആരാ അതാരാ കൈനോ അത് ചോദിക്കരുത്. എങ്ങനെ കാണുന്നുള്ളത് കാണാണ്ട് പറയാൻ പാടില്ല. വൺ പീസ് കണ്ടാൽ എനിക്ക് അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറയാനുള്ള അർഹതയുള്ളൂ. സോ വാച്ച് ഇറ്റ് ഫസ്റ്റ്. ഡീമൺ സ്ലെയർ തിയേറ്ററിൽ പോയി കണ്ടതിന്റെ ക്ഷീണമായിരിക്കും. ഡീമൺ സ്ലെയർ തിയേറ്ററിൽ പോയി കണ്ടത് അത് സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഡീമൺ സ്ലെയറിൽ ഞാനതിൻ്റെ ഇത് കണ്ടു. അതായത് നമ്മുടെ ഈ ഹാഷിര ട്രെയിനിങ് ആർക്കിൻ്റെ മുന്നേ ഉള്ളത് സ്പോർട്സ്മിത്ത് വില്ലേജ് ആർക്കില് എൻ്റെ മുന്നേ ഇറങ്ങിയത് ഏതായിരുന്നു? അതായത് സ്പോർട്സ്മിത്ത് വില്ലേജ് ആർക്കിൻ്റെ മുന്നേ ഇറങ്ങിയ സംഭവം കഴിഞ്ഞിട്ട് സ്പോർട്സ്മിത്ത് വില്ലേജിൻ്റെ മുന്നേ ഇറങ്ങിയതായിരുന്നു. നോക്കട്ടെ, ഡീമൺ സ്ലെയർ ആർക്കുകൾ ഏതൊക്കെയാ നോക്കട്ടെ. ഡീമൺ സ്ലെയർ ആർക്കിൻ്റെ ഓർഡർ നോക്കട്ടെ. അതായത് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട് സ്പോർട്സ്മാൻ വില്ലേജോ അങ്ങനെ എന്തോ അല്ലായിരുന്നു. അതിൻ്റെ മാങ്ക ഞാൻ വാങ്ങി, അത് വായിച്ചു. ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ തൊട്ടടുത്തുള്ള മാങ്ക വാങ്ങി വായിച്ചു ഇങ്ങനെ ഇരുന്ന് ഒക്കെ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് പിന്നെ ഒരിത് വന്നു. ആ സമയത്ത് തിയേറ്ററിൽ റിലീസായിരുന്നു. ഞാൻ പോയി ഇരുന്ന് കണ്ടു, ആകെ ചതിച്ചു. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൻ്റെ ക്ലൈമാക്സും സ്പോർട്സ്മാൻ വില്ലേജിൻ്റെ ഞാൻ വായിച്ച മാങ്കയുടെ പാർട്ട് അനിമയായിട്ടൊന്നുണ്ട്. അതിൽ പിന്നെ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലുള്ള ആ ഭാഗം ഫുള്ള് അലറലാണ്, ഫുള്ള് തല്ലുംപിടി നായിട്ടാണ്. സോ അത് മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ഒരാൾ ഡീമൺ സ്ലെയർ കാണാത്ത ഒരാൾ നേരിട്ട് ഈ അലറലൊന്നും കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല. അതാണ് ബേസിക്കലി ഉണ്ടായത്. ഈ ചാനൽ അത് പറയാൻ പാടില്ല.